നമസ്കാരം കുട്ടികളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കുട്ടികളും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. ബാക്കിൽ ലൈറ്റുള്ള കാരണം കേട്ടോ എന്നെ ക്ലിയറായിട്ട് കാണാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങളെന്നോട് ക്ഷമിക്കുക. അപ്പോൾ അധികം വൈകാതെ നമുക്ക് ക്ലാസ്സുകൾ സോ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് പാറ്റേൺസ്. പാറ്റേൺസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പാറ്റേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേൺസ് മീൻസ് റിപ്പീറ്റ് എഗെയിൻ ആൻഡ് എഗെയിൻ ഇൻ ദ സെയിം ഓർഡേഴ്സ്. അതിനാണ് പാറ്റേൺസ് എന്ന് പറയുന്നത്. പാറ്റേൺസ് മീൻസ് റിപ്പീറ്റ് എഗെയിൻ ആൻഡ് എഗെയിൻ ഇൻ ദ സെയിം ഓർഡർ. അതായത് ഓരോ ക്രമത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിനെയാണ് നമ്മൾ പാറ്റേൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ ടൈപ്സ് ഓഫ് പാറ്റേൺസ്. ഇതിൽ ഷേപ്പ് പാറ്റേൺസ് ഉണ്ട്, കളർ പാറ്റേൺ ഉണ്ട്, മൂന്നാമത്തെയാണ് നമ്പർ പാറ്റേൺ. എന്താണ് നമ്പർ പാറ്റേൺ? അപ്പോൾ പാറ്റേൺസ് മീൻസ് റിപ്പീറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ഇൻ ദ സെയിം ഓർഡർ. അതാണ് പാറ്റേൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. 3 ടൈപ്സ് ഓഫ് പാറ്റേൺസ് ഉണ്ട്. ഷേപ്പ് പാറ്റേൺസ് ഉണ്ട്, കളർ പാറ്റേൺസ് ഉണ്ട്, നമ്പർ പാറ്റേൺസ് ഉണ്ട്. ഇനി അതൊക്കെ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 3 ടൈപ്സ് ഓഫ് പാറ്റേൺസ് കണ്ടു. ഇനി അതിൻ്റെ ഡെഫിനേഷനാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഷേപ്പ് പാറ്റേൺ ആണ്. ഷേപ്പ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രൂപങ്ങളാണ് ആവർത്തിക്കുന്നത്. ഷേപ്പ് പാറ്റേൺ. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ എടുക്കാം, സ്ക്വയർ എടുക്കാം, വീണ്ടും ട്രയാങ്കിൾ എടുക്കാം, വീണ്ടും സ്ക്വയർ എടുക്കാം, പിന്നെ വീണ്ടും ട്രയാങ്കിൾ എടുക്കാം, പിന്നെ വീണ്ടും സ്ക്വയർ എടുക്കാം. ഇതാണ് ഷേപ്പ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വന്നിട്ട് കളർ പാറ്റേൺ ആണ്. കളർ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ ട്രയാങ്കിൾ ബ്ലാക്ക് നിറമാണ് കൊടുത്തിരിക്കുന്നത്. കളർ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇവിടെ നിറങ്ങളാണ് ആവർത്തിക്കുന്നത്. എന്താണ് നിറങ്ങളാണ് ആവർത്തിക്കുന്നത്? അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ട്രയാങ്കിൾ ബ്ലാക്ക് കളറിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഞാനിവിടെ റെഡ് സർക്കിളാണ് കൊടുക്കുന്നത്. പിന്നെ അടുത്തത് ഞാനിവിടെ ബ്ലാക്ക് ട്രയാങ്കിളാണ് കൊടുക്കുന്നത്. പിന്നെ റെഡ് സർക്കിൾ, ബ്ലാക്ക് ട്രയാങ്കിൾ, റെഡ് സർക്കിൾ. ഇങ്ങനെയാണ് കളർ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഷേപ്പ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ രൂപങ്ങളാണ് ആവർത്തിക്കുന്നത്. കളർ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇവിടെ നിറങ്ങളാണ് ആവർത്തിക്കുന്നത്. എന്താണ് നിറങ്ങളാണ് ആവർത്തിക്കുന്നത്. നെക്സ്റ്റ് വൺ മൂന്നാമത്തത് വന്നിട്ട് നമ്പർ പാറ്റേൺ ആണ്. നമ്പർ പാറ്റേൺ ഇവിടെ സംഖ്യകളാണ് വർദ്ധിക്കുന്നത്. എന്താണ് സംഖ്യകളാണ് വർദ്ധിക്കുന്നത്. എന്താണ് സംഖ്യകളാണ് വർദ്ധിക്കുന്നത്. എന്താണ് സംഖ്യകളാണ് വർദ്ധിക്കുന്നത്. ഇവിടെ നമ്പർ പാറ്റേൺ എന്ന് പറയുമ്പോൾ സംഖ്യകളാണ് വർദ്ധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 4 1 2 4 1 2 4. ഇതാണ് 3 ടൈപ്സ് ഓഫ് പാറ്റേൺസ് ഉണ്ട്. ഷേപ്പ് പാറ്റേൺസ് ഉണ്ട്, കളർ പാറ്റേൺ ഉണ്ട്, നമ്പർ പാറ്റേൺ ഉണ്ട്. ഇതിൽ ഷേപ്പ് പാറ്റേൺ വന്നിട്ട് രൂപങ്ങളാണ് വർദ്ധിക്കുന്നത്. കളർ പാറ്റേൺ എന്ന് പറയുമ്പോൾ നിറങ്ങളാണ് വർദ്ധിക്കുന്നത്. ഇവിടെ 3 ടൈപ്സ് ഓഫ് പാറ്റേൺ നമ്മൾ കണ്ടു. ഷേപ്പ് പാറ്റേൺ, കളർ പാറ്റേൺ, നമ്പർ പാറ്റേൺ. ഷേപ്പ് പാറ്റേൺ എന്ന് പറയുമ്പോൾ രൂപങ്ങളാണ് ആവർത്തിക്കുന്നത്. കളർ പാറ്റേൺ എന്ന് പറയുമ്പോൾ നിറങ്ങളാണ് ആവർത്തിക്കുന്നത്. പിന്നെ നമ്പർ പാറ്റേൺ എന്ന് പറയുമ്പോൾ സംഖ്യകളാണ് വർദ്ധിക്കുന്നത്. ഇതാണ് പാറ്റേൺസിൻ്റെ 3 ഡിവിഷൻസ് അല്ലെങ്കിൽ 3 പാർട്സ് എന്ന് പറയുന്നത്. കുട്ടികളെ, ഞാനിപ്പോൾ ഒരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയണം ഇത് കഴിഞ്ഞിട്ട് ഏത് ചിത്രമാണ് വരണതെന്നുള്ളത് പറയണം. ഇതാണ് നിങ്ങളുടെ ചോദ്യം. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ അതിനുള്ള ഉത്തരം പറയണം. അപ്പം ഞാനിവിടെ ഒരു സ്റ്റാർ വരച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. 2 സ്റ്റാർ, പിന്നെ ഒരു മൂൺ, 2 സ്റ്റാർ, ഒരു മൂൺ. ഇത് കഴിഞ്ഞിട്ട് ഏതാ വരണേന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ഏതാ വരണേ? ഇത് കഴിഞ്ഞിട്ട് ഇവിടെ 2 സ്റ്റാറും ഒരു മൂണുണ്ട്, 2 സ്റ്റാറും ഒരു മൂണുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ളത് 2 സ്റ്റാർ, ഒരു മൂണ്, പിന്നെയാണ് ഒരു മൂണ്. ഇതാണ് എൻ്റെ ഉത്തരം വന്നിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതാണ് ഷേപ്സ് എന്ന് പറയുന്നത്.
നമുക്ക് നമ്പർ പാറ്റേണിൽ എടുത്ത് നോക്കാം. നമ്പർ പാറ്റേണിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 10, അതുപോലെ തന്നെ 1 2 10. ഇത് കഴിഞ്ഞിട്ട് ഏതാ നമ്പർ വരുന്നത്? സെയിം തന്നെ 1 2 10. ഇതാണ് ഇതിൻ്റെ ആൻസർ വന്നിട്ട്. ഇനി നമുക്ക് എന്താ പറയുക, നമ്പേഴ്സ് കഴിഞ്ഞ് ഇനി നമുക്ക് കളർ പാറ്റേൺ എടുത്ത് നോക്കാം. കളർ പാറ്റേൺ എക്സാമ്പിൾ വരുന്നത് എന്താണ്? കളർ പാറ്റേൺ എക്സാമ്പിൾ വരുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സർക്കിൾ എടുക്കാം, പിന്നെ സ്ക്വയർ എടുക്കാം, വീണ്ടും സർക്കിൾ, ബ്ലാക്ക് സർക്കിൾ, പിന്നെ റെഡ് സർക്കിൾ, ബ്ലാക്ക് സർക്കിൾ, പിന്നെ റെഡ് സ്ക്വയർ, പിന്നെ ബ്ലാക്ക് സർക്കിൾ, റെഡ് സ്ക്വയർ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. സർക്കിൾ, സ്ക്വയർ, ബ്ലാക്ക് സർക്കിൾ, റെഡ് സ്ക്വയർ. ഞാനിവിടെ വരച്ചിരിക്കുന്നത് ബ്ലാക്ക് സർക്കിളും റെഡ് സ്ക്വയറും, ബ്ലാക്ക് സർക്കിളും റെഡ് സ്ക്വയറും, ബ്ലാക്ക് സർക്കിളും റെഡ് സ്ക്വയർ. വാട്ട് കംസ് നെക്സ്റ്റ്? ഇനി ഇത് കഴിഞ്ഞിട്ട് ഏത് കളറാണ് വരുന്നതെന്ന് നിങ്ങൾ പറയണം. ഏത് നിറമാണ് വരുന്നത്? ഏത് നിറമാണ് വരുന്നത്? ബ്ലാക്ക് സർക്കിൾ, റെഡ് സ്ക്വയർ, റെഡ് സ്ക്വയർ, ബ്ലാക്ക് സർക്കിൾ, റെഡ് സ്ക്വയർ. ഇതാണ് കളർ പാറ്റേൺ. കംപ്ലീറ്റ് ദ പാറ്റേൺ. ഇതാണ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ പാറ്റേൺ. കംപ്ലീറ്റ് ദ പാറ്റേൺ. ഇതാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കിയാലോ? ആദ്യത്തെ ചോദ്യം വന്നിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ട്രയാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ. അപ്പോൾ അടുത്തത് ഇതാണ് വരുന്നത് ട്രയാങ്കിൾ, സർക്കിൾ. എന്താണ് ട്രയാങ്കിൾ, സർക്കിൾ? കാരണം ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരേപോലെ ആയിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ, സർക്കിൾ നേടി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ 2 10 20 ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഒന്ന് പറഞ്ഞേ 2 10 20 കഴിഞ്ഞിട്ടുള്ള നമ്പർ. വാട്ട് നമ്പർ കംസ് നെക്സ്റ്റ്? ഏതാണ്? 2 10 20. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ വന്നിട്ട് ഞാൻ കളർ മാറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഏത് കളർ മാറ്റുമ്പോൾ ഏതാണ് നമ്മൾ പറഞ്ഞ നിറങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ? നിറങ്ങളിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ പറയുക? അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഏതാണ്? ക്യാറ്റ് അല്ലേ? ക്യാറ്റ് അല്ലേ ആദ്യം പറഞ്ഞത്? ക്യാറ്റ്. ഇവിടെ ക്യാറ്റ്, ഡോഗ്, ക്യാറ്റ്, ഡോഗ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാറ്റാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ വന്നിട്ട് ഡോഗാണ്. ഏതാണ്? ഡോഗാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയുന്നുണ്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദിയുണ്ട്.